നമസ്കാരം. മറ്റു രാജ്യങ്ങൾ എന്തു ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് റസാദ് തലാനിക്. അതായത് ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് യുഎസിന്റെ പുതിയ നിർദ്ദേശങ്ങൾക്ക് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം എത്തിയത്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിലെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായാണ് അദ്ദേഹം ഇക്കാര്യം സംസാരിച്ചത്. സ്വതന്ത്ര രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് SCOയിലെ അംഗരാജ്യങ്ങളുമായി പ്രതിരോധ സൈനിക ശേഷി പങ്കിടാൻ ഇറാൻ തയ്യാറാണ്. നിയമവിരുദ്ധവും യുക്തിരഹിതവുമായ ആവശ്യങ്ങളിൽ നിന്നും അമേരിക്ക പിന്മാറണമെന്ന് റസാദ് തലായി പറയുന്നുണ്ട്. എന്തായാലും ഇറാനു നേർക്കുള്ള ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിന് പിന്നാലെയാണ് ആഗോള വാണിജ്യ ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചത് ആഗോളതലത്തിൽ വൻ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് സമാധാന ചർച്ചകളിൽ ഇറാനു മേൽക്കൈ നേടിക്കൊടുക്കുന്ന തരത്തിലേക്ക് വഴിവെച്ചിട്ടുണ്ട്. ആണവ പദ്ധതിയുടെ കാര്യത്തിൽ കരാറാകാതെ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കാമെന്നാണ് ഇറാന്റെ പക്ഷം. മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ വഴി ഇക്കാര്യം യുഎസിനെ അറിയിച്ചിട്ടുണ്ട്. ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം യുഎസ് അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് അംഗീകരിക്കാൻ ട്രംപ് തയ്യാറാകേണ്ടതില്ല എന്നതാണ് വിവരം. ആണവ പദ്ധതി ഇറാൻ പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്നതാണ് സ്ഥിരമായി വെടിനിർത്തലിന് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യം. ഹോർമൂസ് കടലിടുക്കിനുമേൽ സമ്പൂർണ്ണ നിയന്ത്രണം വേണമെന്ന ഇറാന്റെ ആവശ്യത്തെ ട്രംപ് അംഗീകരിക്കുന്നില്ല. ശാശ്വത സമാധാന കരാറിനായി ഏപ്രിൽ 11, 12 തീയതികളിൽ ഇറാന്റെയും യുഎസിന്റെയും പ്രതിനിധികൾ പാകിസ്ഥാന്റെ ഇസ്ലാമാബാദിൽ നടത്തിയ ചർച്ച പരാജയപ്പെടാൻ കാരണം ട്രംപിന്റെ ഈ നിലപാടായിരുന്നു. ആണവ പദ്ധതി ഉപേക്ഷിക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയതാണ് കരാറിന് തടസ്സമായത് എന്ന് ചർച്ചയിലെ യുഎസ് പ്രതിനിധി സംഘത്തെ നയിച്ച വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ഇറാൻ തുറമുഖത്തേക്ക് പോക്കുവരവ് നടത്തുന്ന കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിൽ യുഎസ് ഏർപ്പെടുത്തിയ നാവിക ഉപരോധം തുടരുകയാണ്. ഇറാന്റെ നിയമാനുസൃതമായ ആണവ അവകാശങ്ങൾ നിഷേധിക്കാൻ ഒരു രാജ്യത്തിനും അധികാരമില്ല എന്ന് പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ ജനതകൾക്കിടയിലും തുല്യതയോടെ പരിഗണിക്കപ്പെടണം എന്നതാണ് തങ്ങളുടെ ആവശ്യമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ അന്തസ്സോടെ അവസാനിപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നും മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിലാണ് ഇറാന്റെ നയങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ഇതുവരെ യുദ്ധങ്ങൾ ആരംഭിച്ചിട്ടില്ല. മറ്റൊരു രാജ്യത്തെയും ആക്രമിക്കാൻ തങ്ങൾക്ക് ഉദ്ദേശവുമില്ല. നിലവിൽ ഇറാൻ ചെയ്യുന്നത് സ്വയം പ്രതിരോധത്തിനുള്ള തങ്ങളുടെ നിയമപരമായ അവകാശം വിനിയോഗിക്കുക മാത്രമാണ് എന്നാണ് മസൂദ് പെഷഷ്കിയാൻ പറഞ്ഞു നിർത്തുന്നത്. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. ഏത് കുറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാന്റെ അവകാശങ്ങൾ തടയുന്നു എന്ന് ചോദിച്ച അദ്ദേഹം ഒരു രാജ്യത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ട്രംപിന് എന്ത് അധികാരമാണ് ഉള്ളത് എന്ന് ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അമേരിക്ക ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കാരണം അവരുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ ഇറാൻ തയ്യാറല്ല എന്ന് ഇറാനിയൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സയ്യിദ് ഹത്തീബ് സാദെ വ്യക്തമാക്കി. സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഏകപക്ഷീയമായ ഉപരോധങ്ങളെ സാമ്പത്തിക തീവ്രവാദം എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. ഈ ഉപരോധങ്ങൾ ഇറാനിലെ രാഷ്ട്രീയ ഘടനയ്ക്കെതിരെ ജനങ്ങളെ പ്രകോപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. തങ്ങൾക്കെതിരായുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. എന്തായാലും ഇറാന്റെ ആവശ്യങ്ങൾ അമേരിക്ക അംഗീകരിക്കാൻ തയ്യാറായാൽ തൽക്കാലം പശ്ചിമേഷ്യയിൽ ശാശ്വതമായ ഒരു സമാധാനം വരാൻ ഇനി അധിക താമസം ഉണ്ടാകില്ല.